ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. ഇതിനാവശ്യമായ വസ്തുക്കൾ എന്തെല്ലാമെന്നും അതെങ്ങനെ നിർമ്മിക്കാമെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ആവശ്യമായ വസ്തുക്കൾ A4 പേപ്പർ, പേപ്പർ കട്ടർ, ഗമ്മ്. A4 പേപ്പറിന് ലെങ്ത് വൈസ് ഫോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ വിഡ്ത്ത് വൈസ് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഫോൾഡഡ് ലൈനിലൂടെ പേപ്പേഴ്സ് കട്ട് ചെയ്ത് 4 ഈക്വൽ പാർട്സ് ആക്കി എടുക്കുക. പേപ്പേഴ്സിനെ ഇതുപോലെ 4 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തെടുക്കുന്നു. പേപ്പേഴ്സിന് ഇതുപോലെ ആ 4 പേപ്പേഴ്സിന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ 4 പേപ്പേഴ്സിനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്ത് ഈ പേപ്പേഴ്സിന്റെ സെന്റർ ലൈൻ വെച്ച് ഇവിടെ ഫോൾഡ് ചെയ്യുക. ഈ ഒരു പാർട്ട് ഇവിടെ ഗം വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ഒന്ന് ജോയിൻ ആക്കി കൊടുക്കുക. ഇത് 4 പീസും ഇതുപോലെ ജോയിൻ ചെയ്ത് വെക്കുക. ഫോൾഡ് ചെയ്ത ഈ പേപ്പർ പരസ്പരം കൂട്ടി യോജിപ്പിച്ച് ഒരു ഫുൾ സർക്കിൾ ആക്കി എടുക്കുക. ഇതുപോലെ ഈ ഒരു ഫുൾ സർക്കിൾ അല്ലെങ്കിൽ ഒരു ഹാഫ് സർക്കിൾ വെച്ച് പലതരത്തിലുള്ള ആർട്ട് ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ബേസിക് പാറ്റേൺ മാത്രമാണ്. ഈ ഒരു സർക്കിളിന്റെ സെന്ററിലായിട്ട് ഈ ഒരു കോയിന്റെ ഷേപ്പിലൊരു കോൺട്രാസ്റ്റ് കളർ A4 പേപ്പർ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. 2 സൈഡിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ തയ്യാറാക്കി ഈ സർക്കിളിന്റെ 2 സൈഡിലും ഇത് സ്റ്റിക്ക് ചെയ്ത് അതിനുശേഷം ഇവിടെ സ്റ്റെമ്മായിട്ട് ഈ ഒരു പേപ്പർ റോൾ ചെയ്തത് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ലീഫ് ഷേപ്പ് കട്ട് ചെയ്യുക, ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. 2 എണ്ണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ തയ്യാറാക്കി ഈ ഒരു ഫ്ലവർ നമുക്ക് സ്റ്റെമ്മ് ലീഫൊന്നും നിർബന്ധമായിട്ട് ചെയ്യണമെന്നില്ല. വാൾ ഡെക്കറേഷൻ, ബർത്ത്ഡേ ഡെക്കറേഷനല്ലോ വെറും സർക്കിൾ മാത്രം മതി. ഈ ലീഫിന്റെ ഒന്നും ആവശ്യമില്ല. പ്രവേശനോത്സവത്തിന് കുട്ടികളെ സ്വീകരിക്കാൻ, ഒരു ഫ്ലവർ ഗിഫ്റ്റായി കൊടുക്കാൻ കുട്ടികൾക്കെല്ലാം അങ്ങനത്തെ അവസരങ്ങളിൽ മാത്രമേ സ്റ്റെമ്മും ലീഫും ചെയ്യേണ്ടതുള്ളൂ.